ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല, കാരണം നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ പോവുക. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ സാധാരണ ഓഫീസ് ഡേ അല്ല, നമ്മൾക്ക് ഇന്നൊരു റെക്കോർഡിംഗ് ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്, ഞാൻ ചെറുതായിട്ട് ഒരു റേഡിയോയിൽ ഒരു RJ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി ഒരു ത്രൈസ് ഒക്കെ പോയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് തിരിച്ചു വരും. എറണാകുളത്താണ്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ദേവദൂതനെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെന്താണ്, ദേവദൂതൻ സിനിമ കണ്ടു. വീക്കെൻഡ് കഴിഞ്ഞു, മൺഡേ ആണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാൻ എന്തായാലും. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അതായത് ഇപ്പോൾ റേഡിയോയുടെ മാത്രമാണ് ഇത്. എറ്റേണൽ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. റേഡിയോ ഭാരതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. റേഡിയോയുടെ സ്വന്തം സ്യൂട്ടാണ്. അപ്പോൾ അവിടെ എഡിറ്റിങ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ കുറച്ച് ഇപ്പോൾ എറണാകുളത്ത് വരെ പോകണമല്ലോ. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക് പ്രോഗ്രാം നമ്മളിങ്ങനെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 5-6 എപ്പിസോഡ്സ് ഒരുമിച്ചാണ് റെക്കോർഡ് ചെയ്ത് വയ്ക്കാറ്. അപ്പോൾ പിന്നെ എന്നും വന്ന് പോകേണ്ട കാര്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റേഡിയോ ഭാരത് എന്നാണ് പേരിട്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മളുടെ റേഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഒന്ന് ഡൗൺലോഡൊക്കെ ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ കേൾക്കാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. എൻ്റെ പ്രോഗ്രാം റേഡിയോ ബാൽക്കണി വരുന്നുണ്ട് തിങ്കൾ തൊട്ട് ശനി വരെ. 2 മണിക്കാണ്. 2 മണി തൊട്ട് 3 മണി വരെ വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ഞായറാഴ്ച. അതാണ് എൻ്റെ പ്രോഗ്രാംസ് വരുന്നത്. വേറെ ഭയങ്കര അടിപൊളി പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ RJ നിതിൻ മിഥിലയുടെ പ്രണയ മഴ, അങ്ങനത്തെ ഭയങ്കര കിടിലോസ്കി നൊസ്റ്റാൾജിക് പ്രോഗ്രാംസൊക്കെ നമ്മുടെ റേഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെയാണ് കേട്ടോ റേഡിയോയിൽ ശരിക്കും എഡിറ്റിംഗ് വരും. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത കുറച്ച് ഭാഗം ഇവിടെ ആഡ് ചെയ്യാം. വെൽക്കം ബാക്ക്. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ ഭാരത്, മാറ്റത്തിന്റെ മാറ്റൊലി വിത്ത് മീ RJ ബ്യൂല. ഒരു റീല് കൊണ്ട് അവന് അവന്റെ അമ്മേനെ തന്നെ തിരിച്ചു കിട്ടി. അതിന് സാക്ഷിയായി ഒരു ഫോട്ടോഗ്രാഫറും. ഇതാണ് നമ്മുടെ ഹെഡ്ലൈൻ. അതായത് മുംബൈയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സാമൂഹിക മാധ്യമത്തിൽ റീല് ചെയ്ത് പോസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫർ ശിവജി ദൂതയെ നമിക്കുകയാണ് 34-കാരനായ മുംബൈ നിവാസി. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? കാരണം ഇൻസ്റ്റഗ്രാം നല്ലൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ അമ്മയും മകനും ഒത്തുചേരുന്ന ഒരു മൊമെന്റ്, അതും അതിന് കാരണം ആരാണ്? നമ്മുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം. ഈ പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പ് കാണാതായ അമ്മയെ കണ്ടെത്താൻ സഹായിച്ചത് ഈ ഫോട്ടോഗ്രാഫർ അടുത്തിടെ പോസ്റ്റ് ചെയ്ത റീലാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം വീട് വിട്ട് പോയതാണ് മുംബൈ നിവാസിയുടെ അമ്മ. പോലീസിലൊക്കെ പരാതി നൽകി മാസങ്ങളോളം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിലായിരുന്നു. ഒരുപാട് തെരഞ്ഞു. ബന്ധുക്കളുടെ വീടുകളിലും എല്ലായിടത്തും അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റുഡിയോ കേട്ടോ. അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അങ്കമാലി ആ ഒരു സൈഡൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല അടിപൊളി മഴ കിട്ടി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായ കാരണം കൊണ്ട് കുഴപ്പമുണ്ടായില്ല. മോർണിംഗ് ഒക്കെ നല്ല രീതിക്ക് ട്രാഫിക്കിൽ ഞങ്ങൾ പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫുഡ് കഴിച്ചതും അവിടെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇരിങ്ങാലക്കുടയിൽ അവിട്ടത്തൂരാണ്, പൊതുമ്പുചിറ എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഡീറ്റെയിലൂടെ ഒരു ചായക്കടയുണ്ട്, വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ വരവും ഇതാണ്. ഞാൻ ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആൾ. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചാടിത്തുള്ളി വരുമ്പോഴത്തെ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹെക്ടിക് ഡേ
അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പോൾ ചുമ്മാ ഇരിക്കണം കുറച്ച് നേരം. വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, പോസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫ്രീ ടൈമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എറണാകുളത്ത് പോകുന്നൊരു ദിവസം ഹാപ്പൻ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്ളോഗ്സ് അപ്ഡേറ്റ് ചെയ്യാം. അതിനുവേണ്ടി സപ്പോർട്ട് വേണം. സപ്പോർട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു മോട്ടിവേഷൻ വേണമല്ലോ, എന്നാലാണ് വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ മോട്ടിവേഷന് വേണ്ടി എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കണം. താങ്ക് യു.